ബംഗാളിൽ 2 ലക്ഷം പോലീസുകാരെ വിന്യസിച്ചു. നടപടി TNC പ്രവർത്തകർക്കെതിരെ മാത്രം. ആദ്യം ഡൽഹിയിലെയും പഹൽഗാമിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്നാണ് മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ മമതാ ബാനർജി വീണ്ടും വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബംഗാളില് 2 ലക്ഷം പോലീസുകാരെ വിന്യസിച്ചതിന്റെ കാരണം ആദ്യമേ മമതാ ബാനർജി വ്യക്തമാക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇലക്ഷന്റെ പോളിംഗ് എത്രയായിരുന്നു വെച്ചാൽ ഏകദേശം 82.30 ആയിരുന്നു. 2016 ഇലക്ഷന്റെ പോളിംഗ് ശതമാനം എത്രയായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ 84%. എന്നാൽ ഇപ്രാവശ്യമോ 92%. അതും ആദ്യ ഘട്ടത്തിലെ ശതമാനമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. കഴിഞ്ഞ വർഷവും അതായത് 2021-ലും 2016-ലും ഉയർന്നു വന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. മമതാ ബാനർജിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ വോട്ടിംഗ് ബൂത്തിലേക്ക് പോലും കയറ്റി വിടുന്നില്ല എന്ന്. ആ കയറ്റി വിടാത്തവരുടെ സുതാര്യതയ്ക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോലീസുകാരെ വിന്യസിച്ചത്. എന്തേ മമതാ ബാനർജിക്ക് പിടിച്ചില്ലേ? പിന്നെ പഹൽഗാമിലെ അറ്റാക്ക് നടന്ന സമയത്ത് നിങ്ങൾ ആദ്യം അനുശോചനം അറിയിച്ചിരുന്നു. അതിനുശേഷം അതും നിങ്ങൾ ഒരു ആയുധമാക്കി. ആർക്കെതിരെ? ഇവിടെയുള്ള ജവാന്മാർക്കെതിരെ വരെ നിങ്ങൾ ഒരു ആയുധമാക്കി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: കേന്ദ്രത്തിന്റെ അലക്ഷ്യത മൂലമാണെന്നും കൂടുതൽ ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നുവെന്നും പറഞ്ഞു. കൂടാതെ ഭാരതീയ ജനതാ പാർട്ടി സൈനികരുടെ വീരതയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ ഇതേ നിങ്ങൾ 2008 മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ അന്ന് അനുശോചനം മാത്രമേ അറിയിച്ചുള്ളൂ. ഭീകരവാദത്തിനെതിരെ നാം ഒറ്റക്കെട്ടായിട്ട് ചെറുക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ 2008 മുംബൈ അറ്റാക്ക് എങ്ങനെയാണ് നടന്നതെന്നും അതിനുശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ എന്നും ഈ പറഞ്ഞ, അതായത് അമിത്ഷായ്ക്കെതിരെയും മോദിക്കെതിരെയും തോരാതെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും തോരാതെ സംസാരിക്കുകയും ചെറിയ കാരണം പോലും വലിയ വാളായിട്ട് ആനി വീശാൻ ശ്രമിക്കുന്ന, കഷ്ടപ്പെടുന്ന മമതാ ബാനർജി വല്ലതും അറിഞ്ഞായിരുന്നോ? അതായത് വർഷങ്ങൾക്ക് ശേഷം ചിദംബരം, അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായ ചിദംബരം വലിയൊരു വെളിപ്പെടുത്തലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാധ്യമത്തിന് മുന്നിൽ. ഞങ്ങൾക്ക് തിരിച്ചടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ അമേരിക്കക്കാര് തിരിച്ചടിക്കാൻ സമ്മതിച്ചില്ല. നിങ്ങൾ തിരിച്ചടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ട, ജവാന്മാരുടെ ഉൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടും അമേരിക്കയുടെ വാക്കും കേട്ട് കാൽക്കീഴിൽ നിൽക്കുകയായിരുന്നു അന്നത്തെ നമ്മുടെ ഇന്ത്യ. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ആ മൻമോഹൻ സിംഗിന് അന്ന് എന്തായിരുന്നു ജോലി എന്ന് ചോദിക്കാൻ എവിടെയായിരുന്നു മമതാ ബാനർജി? ഇതാണ് നമ്മുടെ ചോദ്യം. ഇന്ന് ഈ പെഹൽഗാമും അതേപോലെ ദില്ലി സ്ഫോടനവും എടുത്തെടുത്ത് കാണിച്ച് ആയുധമാക്കി പറയുമ്പോൾ പെഹൽഗാം നമ്മൾ അറിയാതെ നടന്ന സംഭവമാണ്. പക്ഷേ അതിനൊരു മറുപടി ആയിട്ട് പെഹൽഗാമിലെ മതം ചോദിച്ച് ഇന്ത്യയിലെ ആണുങ്ങളെ കൊന്നപ്പോൾ, അതായത് ഹിന്ദു പുരുഷന്മാരെ കൊന്നു കളഞ്ഞപ്പോൾ, ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞപ്പോൾ അതിന് പകരം ഇന്ത്യ തിരിച്ചൊരു അറ്റാക്ക് നടത്തിയിരുന്നു. ഗംഭീരമായിട്ട് പാകിസ്ഥാനിലെ ഒരു ദീപാവലി തന്നെ നടത്തിയിരുന്നു. അതിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. മമതാ ബാനർജി അത് വല്ലതും അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതുകൂടെ കൂട്ടിച്ചേർത്തോളൂ. അതിന്റെ തലപ്പത്ത് അത് നിയന്ത്രിച്ചിരുന്നത് പെൺപടകളാണ്. ഇതൊന്നും നിങ്ങൾക്ക് ദഹിക്കില്ല. കാരണം ബംഗാളില് ഇപ്പോഴും നിങ്ങൾ പ്രവർത്തിക്കുന്നത് മതപ്രീണനത്തിന് വേണ്ടിയിട്ടാണ്. വഖഫ് ബോർഡ് ഒരു സമരവുമായി രംഗത്ത് വന്നപ്പോൾ നിങ്ങളുടെ ഭൂമി ഒന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു സമരം നടത്തിയപ്പോൾ ആ പ്രീണനം നടത്തി ആ സമരത്തെ ഇല്ലാതാക്കിയ വ്യക്തിയല്ലേ മമതാ ബാനർജി എന്ന് പറഞ്ഞ നിങ്ങൾ. നിങ്ങളുടെ പ്രീണനത്തിന്റെ മുന്നിൽ ഇതൊന്നും നിങ്ങൾക്ക് വില പോകില്ല. കാരണം അവിടെ മതം ചോദിച്ചു കൊന്നത് പാകിസ്ഥാൻ തീവ്രവാദികളാണ്. ഇതേ തീവ്രവാദികളുടെ ഒരംശത്തെയാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൽ നിങ്ങൾ വേർപെട്ടു പോയി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കിയെങ്കിലും പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ആശയം ഈ പ്രീണനം തന്നെയല്ലേ? അതുകൊണ്ട് ഈ പഹൽഗാം അറ്റാക്കിന് മറുപടിയായിട്ട് ഇന്ത്യ കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ ഒന്നും നിങ്ങൾ കാണുകയില്ല. അമിത്ഷായോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു ചോദ്യം ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാള് 15 വർഷം ബംഗാൾ ഭരിച്ച നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഒരു പേടി തോന്നുന്നുണ്ടോ? ആദ്യത്തെ ഘട്ടം തന്നെ 92% പോളിംഗ് ആയി. ഇനി രണ്ടാമത്തെ ഘട്ടം 28-നോ 29-നോ നടക്കും. അതിന്റെയും കൂടെ പോളിംഗ് അറിഞ്ഞാലേ എത്ര ശതമാനം പോളിംഗ് ആയി എന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ.
റെക്കോർഡ് പോളിംഗ് ആണ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഒഴുകിയെത്തുകയാണ് ബൂത്തിലേക്ക്. കാരണം ഇത്രയും നാളും അവരെ തടഞ്ഞവർ ഇപ്പോൾ അവരെ തടയുന്നില്ല. കാരണം അവിടെ പോലീസ് സേനയുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ TNC പ്രവർത്തകരെ ആക്രമിക്കാനൊന്നുമല്ല അവിടെ വന്നിരിക്കുന്നത്. വോട്ടവകാശം വിനിയോഗിക്കാൻ വരുന്ന വോട്ടർമാരെ വിരട്ടി ഓടിക്കുന്ന TNC പ്രവർത്തകർക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ പോലീസ് സേന വിന്യസിച്ചിരിക്കുന്നത്. എന്തേ മമതാ ബാനർജിക്ക് പേടി തോന്നുന്നുണ്ടോ? 15 വർഷം ഒരൊറ്റ നിമിഷം കൂടെ നഷ്ടമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ മമതാ ബാനർജി നിൽക്കുന്ന ഈ ഒരു നിൽപ്പുണ്ടല്ലോ, അത് പണ്ട് 1977 മുന്നേ കോൺഗ്രസ് നിന്ന നിൽപ്പായിരുന്നു. ആ ഒരു കോൺഗ്രസിന്റെ ആധിപത്യത്തെ ചുരട്ടി അടിച്ചുകൊണ്ടാണ് അന്ന് 1977 CPM അധികാരത്തിൽ കയറിയത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അന്നത്തെ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ഇന്ന് മമതാ ബാനർജിയായ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി നിൽക്കുമ്പോൾ 1977 ചരിത്രം വീണ്ടും ആവർത്തിക്കാനായിട്ട് വരുന്നത് BJP ആണോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇപ്പോഴും ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ 2 തട്ടിൽ സംസാരിക്കുന്ന, അതായത് ഭരിക്കുന്ന പാർട്ടി നോക്കി നിങ്ങളുടെ നിലപാട് മാറ്റുന്ന ഓന്തിനെ പോലുള്ള രാഷ്ട്രീയമാണ് മമതാ ബാനർജി എപ്പോഴും എടുത്തിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ 2008 മുംബൈ അറ്റാക്ക് നടക്കുമ്പോൾ നാം ഭീകരതയ്ക്കെതിരെ ചേർത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് ഒരക്ഷരം പോലും അന്നത്തെ ഭരിക്കുന്ന പാർട്ടിയെ നിങ്ങൾ എതിർത്തില്ല. നിങ്ങൾ അവരുടെ സുരക്ഷാ വീഴ്ചയെ പരിചാടിയില്ല. അവരൊന്നും തിരിച്ചടിക്കാത്തതിന് പോലും നിങ്ങൾ മറുപടി പറഞ്ഞില്ല. കാരണം ഇതൊക്കെ പ്രീണനത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആ പ്രീണനത്തിന് വഴങ്ങുകയില്ല. കാരണം അത് ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സമുദായത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തിന്റെ അല്ല, ഇന്ത്യ എന്ന രാജ്യത്തിലെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ടായാലും ഇന്ന് ഒരു തിരിച്ചടി അടിക്കുമെന്ന് ഇവിടെയുള്ള ഓരോ ഇന്ത്യക്കാരനും എടുത്തു പറയാൻ പറ്റും. കാരണം പഹൽഗാമിലെ അറ്റാക്ക് തന്നെ ഉദാഹരണമാണ്. അതേപോലെ ഇറാൻ അതുപോലെ ഇന്ത്യയുടെ 2 കപ്പൽ അടിച്ചിട്ടപ്പോൾ തകർത്ത് കളഞ്ഞപ്പോൾ ഈ മമതാ ബാനർജി എവിടെയായിരുന്നു? വല്ലതും പറഞ്ഞോ? ഇന്ത്യയെ ആരെന്ത് ആക്രമിച്ചാലും ഇവരൊന്നും മിണ്ടുകയില്ല. അതേസമയം പകരം ഇവർ പ്രതികരിക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം. ആ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നവരെ അവസരവാദി എന്നാണ് നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ. മമതാ ബാനർജിയുടെ ഇപ്പോഴുള്ള ഈ ഓരോ നിലപാടും പേടിപ്പെടുത്തുന്നതാണ്. ആരെ? തോൽവി വരാനിരിക്കുന്ന മെയ് 4 വരാനിരിക്കുന്ന ഇലക്ഷന്റെ റിസൾട്ടിനെ മമതാ ബാനർജി നല്ലോണം പേടിക്കുന്നുണ്ട്. അതിന്റെ ഒരു വെപ്രാളവോ വ്യഗ്രതയോ എന്തൊക്കെയോ കൊണ്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും മമതാ ബാനർജി മറന്നു പോയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പെഹൽഗാം അറ്റാക്കിനെ, മതം നോക്കി കൊന്നുകളഞ്ഞ ആ അറ്റാക്കിനെ വരെ നിങ്ങൾ ഇത്ര നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്നത്. ദില്ലി സ്ഫോടനം നടന്നത് ആരാണ് നടത്തിയത്? നിങ്ങളുടെയൊക്കെ ഒരു പ്രൊപ്പഗണ്ടയുണ്ട്, അത് BJP നടത്തിയതാണെന്ന്. ശരിക്കും അത് നടത്തിയത് ആരാണെന്ന് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി എന്ന ഒരു ചാവേറ് കാറിൽ വന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്വയം പൊട്ടിത്തെറിച്ചതാണെങ്കിലും അവിടെ ഒരു വൻ അപകടമാണ് ഉണ്ടായത്. അവിടെ ഒരു മാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടായേനെ. പക്ഷേ അപകടം ഉണ്ടായിട്ടും മിനിറ്റുകൾക്കുള്ളിൽ അത് ഏത് വണ്ടിയാണെന്നും അതിന്റെ ഉടമസ്ഥൻ ആരാണെന്നും കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷേ അതിലൂടെ ചുരുളഴിഞ്ഞത് വൈറ്റ് കോളർ ടെററിസമാണ്. ഇന്നേ വരെ മലയാളികൾക്ക് കേട്ടുകേൾവിയില്ലാത്ത വൈറ്റ് കോളർ ടെററിസം. പണ്ടൊക്കെ തീവ്രവാദികൾ വിദ്യാസമ്പന്നരായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തീവ്രവാദികളാകുന്നത് ഡോക്ടർ, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരാണ്. വൈറ്റ് കോളർ ടെററിസം എന്നാണ് അതിനെ പറയുന്നത്. ആ അന്വേഷണം എത്തി നിന്നത് അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സിനെയാണ്. ഷഹീൻ എന്നൊരു ഡോക്ടറായിട്ട് ഈ ഒരു ചാവേറായ മുഹമ്മദ് നബിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നും ചുരുളഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് അഴിയാനിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഇതൊന്നും നിങ്ങൾക്ക് ചെവിക്കൊള്ളുകയില്ല. കാരണം പ്രീണനം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ല. ഇപ്പോഴും പെഹൽഗാമെല്ലാം പ്രൊപ്പഗണ്ടയാണെന്ന് വിചാരിക്കുന്ന, ഓപ്പറേഷൻ സിന്ദൂർ പ്രൊപ്പഗണ്ടയാണെന്ന് വിചാരിക്കുന്ന, ബൽക്കോട്ട് പ്രൊപ്പഗണ്ടയാണെന്ന് വിചാരിക്കുന്ന, അതേപോലെ തന്നെ ദില്ലി സ്ഫോടനം പ്രൊപ്പഗണ്ടയാണെന്ന് വിചാരിക്കുന്ന നിങ്ങൾക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിങ്ങൾക്ക് ഉത്തമമായ മറുപടി നൽകും. അവരുടെ വോട്ടവകാശത്തിലൂടെ.